ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുവർണ. ജില്ലയിൽ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുന്ന പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡിൽ 80% പോളിംഗ് രേഖപ്പെടുത്തി. നാളെയാണ് വോട്ടെണ്ണൽ. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവം ജനുവരി 20 മുതൽ 25 വരെ ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കും. ജില്ലയിലെ നഗരസഭകളിൽ നിന്നും കൊച്ചി കോർപ്പറേഷനിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നുമായി 5000-ഓളം കലാ കായിക പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും. കുഷ്ഠരോഗം ആർക്കും വരാവുന്ന രോഗമാണെന്നും കുഷ്ഠരോഗം മൂലമുള്ള അംഗവൈകല്യം ഉണ്ടാകുന്നത് തടയുന്നതിനും രോഗപകർച്ച ഒഴിവാക്കുന്നതിനും നേരത്തെയുള്ള രോഗനിർണയം പ്രധാനമാണെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. അശ്വമേധം 7.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു കളക്ടർ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ഡ്രൈവർമാർക്ക് സൌജന്യ നേത്ര രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷ എന്നത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലെന്നും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആരോഗ്യകരമായ ഭാവിക്ക് വിരവിമുക്തമായ കുട്ടിക്കാലം അത്യാവശ്യമാണെന്ന സന്ദേശവുമായി ജില്ലാതല വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. കാക്കനാട് MA അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. വിരബാധ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തി ശുചിത്വത്തിലൂടെയും ശരിയായ ആരോഗ്യശീലങ്ങളിലൂടെയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു. ആൽബൻഡസോൾ ഗുളികകളും കളക്ടർ കുട്ടികൾക്ക് വിതരണം ചെയ്തു. കടമക്കുടി ദ്വീപിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകിക്കൊണ്ട് കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം. 7.79 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA അറിയിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ പദ്ധതി വൈകാതെ തന്നെ യാഥാർത്ഥ്യമാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കായൽ സൗന്ദര്യവും ദേശാടന കിളികളുടെ സാന്നിധ്യവും കൊണ്ട് സഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ഇഷ്ടകേന്ദ്രമാണ് കടമക്കുടി. തനതായ ജീവിത രീതികളും ഉപജീവന മാർഗങ്ങളും പിന്തുടരുന്നവരാണ് കടമക്കുടിയിലെ ജനങ്ങൾ. ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി വരുന്നതോടെ കടമക്കുടിയുടെ മുഖഛായ തന്നെ മാറും. പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനും പദ്ധതി വലിയ മുതൽക്കൂട്ടാകും. വിവരാവകാശ അപേക്ഷകൾക്ക് സമയബന്ധിതമായി മറുപടി നൽകുന്നതിൽ നഗരസഭകൾ വിമുഖത പ്രകടിപ്പിക്കുന്നതായി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ്. വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കൊച്ചി കോർപ്പറേഷൻ, കളമശ്ശേരി, അങ്കമാലി, മൂവാറ്റുപുഴ നഗരസഭകൾ എന്നിവിടങ്ങളിലെ വിവരാവകാശ ഓഫീസർമാരിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല വിവരാവകാശ അദാലത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മറുപടി നൽകാൻ കാലതാമസം വരുത്തി, തെറ്റായ വിവരങ്ങൾ നൽകി എന്നിങ്ങനെയുള്ള പരാതികളിലാണ് നടപടി. ഓഫീസിലുള്ള രേഖകൾ പട്ടിക തിരിച്ച് സൂചിക തയ്യാറാക്കി സൂക്ഷിക്കേണ്ട ബാധ്യത ഓഫീസർമാർക്കുണ്ട്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടികളെടുക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി WBCIS റാബി 2 2025 സീസണിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 ജനുവരി 15 വരെ നീട്ടി. അർഹരായ കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷിക്കാം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.